ആർബി കനാലിന്റെ പേരിൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് തട്ടിയവർ കനാലിൽ വെള്ളമില്ലാത്ത ഈ സമയത്ത് ഒളിച്ചു കളിക്കുകയാണെന്ന കോൺഗ്രസ്. കൊഴിഞ്ഞാമ്പാറ, എരുത്തിയമ്പതി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ആർബി കനാലിലേക്ക് മാത്രമായി എത്രയാണ് ജലാവകാശമെന്ന 9 വർഷമായും നിശ്ചയിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. ഇത്തരം ജീവൽ പ്രശ്നങ്ങളിൽ മൗനം പാലിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കാപട്യമാണ് വെളിച്ചത്താക്കുന്നത്. ആർബി കനാലിൽ അടിയന്തരമായി വെള്ളം നൽകി അവിടെയുള്ള കർഷകരെ രക്ഷിക്കുകയും കന്നുകാലികൾക്ക് വെള്ളം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആർബി കനാലിലൂടെ ആവശ്യമായ അധിക ജലം തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. എത്ര വെള്ളമാണ് എന്ന് നിശ്ചയിക്കുകയുമാണ് 2 ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ 2 ആവശ്യവും അംഗീകരിക്കുന്നവർക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് ഈ വിഭാഗം പറഞ്ഞു. അന്ന് ചിറ്റൂരിന്റെ MLA ആയിരുന്ന എൻ്റെ പിതാവ് അദ്ദേഹം പറഞ്ഞു, ഈ 2 ആവശ്യവും ഇപ്പൊ നടപ്പിലാക്കാൻ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അതിപ്പോ പറ്റില്ല, നമുക്ക് കനാൽ വെട്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും പറ്റില്ല. ഈ 2 ആവശ്യവും അംഗീകരിച്ച് എഗ്രിമെന്റിൽ ഒപ്പിട്ടാൽ മാത്രമേ ഞങ്ങളത് പിന്തുണയ്ക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് ആര് ഒപ്പിട്ട് തരുന്നോ അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. നടത്താൻ കഴിയാത്ത 2 ആവശ്യങ്ങൾ അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പേരിൽ 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷത്തിന് അവർ പിന്തുണ പ്രഖ്യാപിക്കുകയും അന്ന് ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു. വടകരപ്പതി മണ്ഡലം പ്രസിഡന്റ് KU പ്രസാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KS തനികാചലം, പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശിവശങ്കരൻ, K ഗോപാലസ്വാമി, രാജമാണിക്യം, ശിവകുമാർ, K മോഹനൻ, ആനന്ദ് നെടുമ്പാറ, സോമിയപ്പൻ, മുരളി തറക്കളം, സെയ്ദ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.